ഹലോ, അസ്സലാമു അലൈക്കും പൊന്നുമക്കളെ. ഞാനിന്ന് വന്നൊരു വീഡിയോ, പുതിയൊരു വീഡിയോയിൽ വന്നത് ഞാൻ ബീഫ് അച്ചാറിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നൊരു നല്ലൊരു പ്രഷർ കുക്കർ വാങ്ങിയിട്ടുണ്ട്. കുക്കർ എന്നാൽ ഇതൊരു 9 കിലോ ഇറച്ചി നമുക്ക് ഒപ്പരം വേവിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു കുക്കറിൽ ഞാൻ ആദ്യമായിട്ട് ഇറച്ചി ഞാൻ വേവിപ്പിക്കാമെന്ന്. അപ്പം ഞാൻ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറച്ചി കഴുകുന്നതോ പിടിക്കുന്നതോ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ആദ്യം എൻ്റെ ഇറച്ചി ഒരു 5 പിസിൽ വെന്ത് വരട്ടെ. മാഷാ അല്ലാഹ്. അപ്പം ഞാൻ 2 കുക്കറിലൂടെ ഇറച്ചി വെച്ചിട്ടുണ്ട്. 10 കിലോ ബീഫാണ്. 10 കിലോ ബീഫിൻ്റെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ അച്ചാറിൻ്റെ ബീഫ് ഇവിടെ പൊരിക്കുകയാണ്. അപ്പം ഇത് പച്ചമുളകും ഇഞ്ചി കുറച്ച് ഇഞ്ചി കുറച്ച് മുറിച്ച് വെച്ച് ചതുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഞാൻ ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഇവിടുത്തെ കിച്ചനാണ്, കിച്ചൻ്റെ പായ്യാരം. ഇത് ഞാൻ കുറച്ച് ബീഫ് എൻ്റെ പുതിയാപ്പുറത്ത് ഞാൻ കുറച്ച് ഫ്രൈ ആക്കിയതാണ്. അപ്പം ഒരു കയ്യിലാണ് ഫോണ് പിടിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡ് പൊട്ടിപ്പോയി. പക്ഷേ അല്ലാ, എനിക്ക് സ്റ്റാൻഡ് വാങ്ങണം, നിങ്ങൾ ദുആ ചെയ്യണം. സ്റ്റാൻഡെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ എൻ്റെ അച്ചാറിൻ്റെ ബീഫ് നിങ്ങൾ കണ്ട പൊരിനെ. അപ്പോൾ ഇങ്ങനെ നല്ലോണം പൊരിച്ചിട്ടാണ് ഞാൻ ബീഫ് അച്ചാർ ഉണ്ടാക്കൽ. പൊന്നാര മക്കളെ, എൻ്റെ അച്ചാറിൻ്റെ ബീഫ് ഇവിടെ നല്ല ചൊങ്കിൽ പൊരിയുന്നുണ്ട്. ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ ബീഫ് കൊണ്ടുവന്നാൽ ബീഫ് നല്ലോണം വിനാഗിരി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ട് കഴുകുക. എന്നിട്ട് കഴുകിയിട്ട് വെള്ളം ഇടാണ്ടിട്ട് അതിൽ നമ്മൾ കുറച്ച് മസാലപ്പൊടിയോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരക്കിയിട്ട് നമ്മൾ ആദ്യം ബീഫ് വേവിപ്പിക്കുക. ബീഫ് വേവിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നല്ല ചൊങ്കിൽ എണ്ണയിൽ ബീഫ് ഇങ്ങനെ പൊരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എത്ര വെച്ചാലും നമ്മൾ ഈ ഒരു അച്ചാർ ഒന്നും കേട് വരില്ല. അപ്പോൾ ഇതാ ഈ ഇഞ്ചിയും കുറച്ച് ഇഞ്ചി ഞാൻ മിക്സിയിലിട്ട് പൊടിക്കും. കുറച്ച് ഇഞ്ചി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചതുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വെളുത്തുള്ളി ബീഫിന് നല്ലോണം, ഇത് 10 കിലോ ബീഫിന് ഞാൻ എടുത്ത വെളുത്തുള്ളിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം വെളുത്തുള്ളി ഇടണം ബീഫിന്. അപ്പോൾ നമ്മൾ അച്ചാർ പൊന്നു മക്കളെ, ഇങ്ങനെയാണ് ഞാൻ ബീഫ് അച്ചാർ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുളകും കായപ്പൊടിയും മഞ്ഞളും പിന്നെ എല്ലാം കൂടി നല്ലോണം വറുത്തിട്ട് ഈ അച്ചാറിലിടും. പിന്നെ കുറച്ച് വിനാഗിരി തിളപ്പിച്ചിട്ട് വയ്ക്കും. ഇത്രയേ ഉള്ളൂ നമ്മൾ ബീഫ് അച്ചാർ. പക്ഷെ ബീഫ് അച്ചാർ 1.5 ബീഫ് അച്ചാർ തന്നെ പൊന്നു മക്കളെ. നിങ്ങൾ ആരും എൻ്റെ വീഡിയോ കാണാതെ പോകരുത്. നിങ്ങൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പൊന്നു മക്കളൊന്ന് സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നോക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾ ബീഫ് അച്ചാർ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക മക്കളെ. അടിപൊളി ബീഫ് അച്ചാർ കിട്ടി നിങ്ങൾക്ക്. മാഷാ അല്ലാഹ്. നമുക്ക് അച്ചാറിലേക്ക് കിടക്കാം. പൊന്നാര മക്കളെ, എൻ്റെ ബീഫ് അച്ചാർ ഇവിടെ റെഡിയായി. അപ്പം ബീഫ് അച്ചാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിത് മസാല ഇടുമ്പോൾ ഞാൻ ഫോൺ ഓണാക്കിയിട്ട് അപ്പാട് ഫോൺ എന്ത് ചെയ്ത് ക്യാമറ ഓണാക്കിയില്ല. അപ്പം പിന്നെ എനിക്കിതിപ്പോൾ ഇതെല്ലാം മസാല ആയതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഫോൺ ഓഫ് ചെയ്യുന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് മസാല ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി കരിവേപ്പില നല്ലോണം ഫ്രൈ പോലെ ആക്കിയതിന് ശേഷം നല്ലോണം ഫ്രൈ പോലെ നല്ലോണം എന്നാ പറയണ്ടേ പൊരിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ അതിൽ മുളക് പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് എന്നതിന് ശേഷം ഞാൻ പൊരിച്ച് വെച്ച ബീഫ് അതിലിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് അത്രയേ ഉള്ളൂ. വേറെ പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കഴിക്കും മക്കളെ. എൻ്റെ ഇതാ ബീഫ് അച്ചാർ ഇതാ അടിപൊളിയായിട്ട് മക്കളെ. ഞാനിവിടെ ഒന്നും പാകത്തിന് മാറ്റി വെച്ചിട്ടൊന്നുമില്ല. അപ്പം എൻ്റെ ബീഫ് അച്ചാർ ഇങ്ങനെയാണ്. എല്ലാവരും ഒന്ന് ബീഫ് അച്ചാർ ഉണ്ടാക്കുക. അപ്പം നമുക്ക് വേറെ പുതിയ വീഡിയോയിലേക്ക് വരാം. മാഷാ അല്ലാഹ്. നല്ലൊരു വീഡിയോ ഇനിയും വരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല കമൻറ്റ് ചെയ്യുക. മാഷാ അല്ലാഹ്. വീണ്ടും വരാം.